ഒരു ദിവസം 12-18 മണിക്കൂർ പെരുമഴയത്തും നട്ടപ്രവയിലത്തും പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിന് ഒരു ദിവസം കൂലി 232 രൂപ. അരക്കിലോ കപ്പയ്ക്ക് പോലും വില വർദ്ധിക്കുന്ന കാലമാണ്. ഇറച്ചിമീനും പോട്ടെ, അരിക്കും പച്ചക്കറിക്കും പോലും തൊട്ടാൽ പൊള്ളുന്ന കാലമാണ്. മാന്യമെന്ന വ്യാജം പറഞ്ഞ് വൈദ്യുതി അടക്കം സർക്കാർ ചാർജുകൾ മൂർധാവിന് അടിച്ചു കയറുന്ന കാലത്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞ കനപ്പെട്ട ശമ്പളം 7000, അത് മാസങ്ങളുടെ കുടിശ്ശിക. അടിസ്ഥാന വർഗത്തിന് നേരെ നോക്കി അനാവശ്യമെന്നും രാഷ്ട്രീയ പ്രേരിതമെന്നും ആ സമരത്തിന്റെ മുഖത്തെ കാട്ടിത്തുപ്പുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു സമരവുമില്ലാതെ PSC ചെയർമാനും 21 ജംബോ ഇത്തിൽക്കണ്ടി പടർച്ചയ്ക്കും ഓണെ ഫൈൻ ഡേ കുത്തനെ കൂട്ടിയ ശമ്പള വർധന ലക്ഷങ്ങളാണ്. ആ ലോക്സഭാ കാലത്ത് സീറ്റ് കിട്ടാതെ മറുകണ്ഠം ചാടി കുടിയിരുത്ത് KV തോമസിന് വാണം പോലെയാണ് ബത്ത വർധന. തോമസിനും പരിവാരങ്ങൾക്കും പോയ വർഷം ഒക്ടോബർ മുതൽ ചെലവാക്കിയ തുക 57,47,897 രൂപ. തെക്ക് വടക്ക് നടക്കാനല്ലാതെ ലക്ഷങ്ങൾ കുഴിവെട്ടി മൂടല്ലാതെ സംസ്ഥാനത്തിന് നയാ പൈസയുടെ പ്രയോജനമുണ്ടോ? പാവങ്ങളുടെ സമരത്തെ പുച്ഛിക്കുന്ന ആ പ്രയോറിറ്റി മാറ്റം നേരത്തെ കണ്ടതാണെന്ന് പെൻഷൻ കിട്ടാതെ സമരമായി ഇറങ്ങിയ മറിയക്കുട്ടിക്ക് നേരെ പകമൂത്ത് വ്യാജവാർത്ത എഴുതി പാർട്ടിപത്രം. രാഷ്ട്രീയമറിയാത്ത കടന്നൽക്കൂട്ടം ഓരിയിട്ടതാണ് ചട്ടിമറിയ. കേന്ദ്ര സഹായത്തിന് പ്രശ്നങ്ങളില്ലാതെ PSC അംഗങ്ങൾക്ക് വാരിക്കോരി ലക്ഷങ്ങൾ, KV തോമസിന് ലക്ഷങ്ങൾ, ലീഡർമാർക്ക് ലക്ഷങ്ങൾ. എന്നിട്ട് അത്താഴപ്പട്ടണക്കാരുടെ സമരത്തെ പുച്ഛമാണെങ്കിൽ അടിസ്ഥാന വർഗമെന്ന പുളുവാക്ക് തള്ളല്ലേ ഗോവിന്ദമാഷെ. ആ സമരം പൊളിക്കാൻ കൊണ്ടുപിടിച്ച അധർമ്മപ്പടികളിൽ വീണുപോകാതെ അരവയർ പട്ടടിയിൽ വെയിലുകൊണ്ട് കരുവാളിച്ച ആ സഹനത്തിന്റെ മുഖങ്ങൾ ഈ സർക്കാർ കണ്ടില്ലെങ്കിലും കേരളം കാണുന്നു. അമ്മമാരെ, ചേച്ചിമാരെ, വിപ്ലവകാരികൾ നിങ്ങളാണ്. അല്ലാതെ കള്ളുകച്ചവടക്കാരന് മഴക്കുഴി എണ്ണാൻ പോകുന്ന നേതാക്കളല്ല. ഇച്ഛാശക്തിക്ക് കെട്ടിപ്പിടിച്ചുമ്മകൾ, സമരാഭിവാദ്യങ്ങൾ.